കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിൽ SFIക്ക് ഉജ്ജ്വല വിജയം. നമ്മുടെ പല പ്രേക്ഷകരും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എവിടെയാണ്. ഞാനും അതിനെ കാത്തിരിക്കുകയായിരുന്നു അവരെ ഒന്ന് അഭിനന്ദിക്കാൻ. KSU MSF സഖ്യത്തിന് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു തെരഞ്ഞെടുപ്പ്. SFI പാപ്പിനിശ്ശേരി ഏരിയ പ്രസിഡന്റ് ആര്യ രാജീവനാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ. അർജുൻ കല്യാൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സർവകലാശാലയിൽ 25 വർഷത്തെ തുടർച്ചയായ വിജയമാണ് SFI സ്വന്തമാക്കിയിരിക്കുന്നത്. വലിയ തോതിൽ രാഷ്ട്രീയപരമായി വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലാണ് കണ്ണൂർ സർവകലാശാലയിൽ SFI വമ്പിച്ച ഒരു വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുവെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് SFI വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. SFI 25 വർഷമാണ് കണ്ണൂർ സർവകലാശാലയിൽ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. ഒരു ആവേശോജ്വല വിജയം ഈ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കഴിഞ്ഞ കുറേ നാളുകളായി ഈ കേരളത്തിനകത്ത് വലതുപക്ഷം SFIക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ടയാടൽ, ആ വേട്ടയാടലുകൾ നിരവധിയായ കള്ളത്തരങ്ങൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി മുതൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി വരെയുള്ള ആളുകൾക്കെതിരെ കള്ളപ്രചരണങ്ങൾ ഈ നാടിനകത്ത് വലതുപക്ഷം പ്രചരിപ്പിക്കുകയായിരുന്നു. അതിനെല്ലാമുള്ള മറുപടിയായി ഈ കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 54 വർഷക്കാലമായി കേരളത്തിലെ തെരുവോരങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചതിൻ്റെ ഭാഗമായി, വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് പോരടിച്ചതിൻ്റെ ഭാഗമായി കൊല്ലപ്പെടേണ്ടി വന്ന നിരവധിയായ സഖാക്കൾ, അവരുടെയെല്ലാം പോരാട്ടം, അവരുടെയെല്ലാം ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ഈ വിജയം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ നടത്തിയ സമരങ്ങളുടെ പോരാട്ടങ്ങൾക്കെല്ലാമുള്ള അംഗീകാരമായി ഈ വിജയത്തെ ഞങ്ങൾ കാണുകയാണ്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് SFI ഉള്ളത്. വലിയ തോതിൽ ഈ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി SFIയുടെ ഈ വിജയത്തിൻ്റെ മാറ്റു കൂട്ടുകയാണ് എന്നുള്ളതാണ്. സർവകലാശാല യൂണിയൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ആൾ എന്നാണ്. ഈ ഒരു കാലഘട്ടത്തിൽ SFI വലിയ പ്രതിസന്ധി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വിജയം എന്തോ ഒരു മറുപടിയാണ്. ഒരുപക്ഷെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ SFI വലിയ രീതിയിലേക്ക് ആക്രമിക്കപ്പെടുമ്പോൾ അതിനൊക്കെയുള്ള ഏറ്റവും വലിയ മറുപടി ആയിക്കൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഉൾപ്പെടെയുള്ള ഇപ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പടക്കം വന്നപ്പോൾ അതിൽ മുഴുവൻ സീറ്റിലേക്കും SFI വലിയ രീതിയിലേക്ക് ജയിച്ചു മുന്നേറി വരികയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ SFI ഉയർത്തിപ്പിടിച്ച സർഗാത്മകമായ പരിപാടികളായാലും മറ്റ് വിദ്യാർത്ഥിപക്ഷ നിലപാടുകളും തന്നെയാണ് ഈ രീതിയിലേക്ക് SFI വിജയിപ്പിച്ചത്. ഒരുപക്ഷെ മാധ്യമമുറികളിലും ഇടിമുറികളിലുമാണ് SFI എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് അങ്ങനെയല്ല, വിദ്യാർത്ഥി ഹൃദയങ്ങളിലാണ് SFI എന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്തെ വിദ്യാർത്ഥികളിൽ ഒരിക്കൽ കൂടി തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് കണ്ണൂർ സർവകലാശാലയിൽ ഈ വിജയം SFI കാണുന്നത്. 25 വർഷത്തെ സർവകലാശാല രൂപീകരണത്തിന് ശേഷമുള്ള 25 വർഷത്തെ തുടർച്ചയായിട്ടുള്ള വിജയമാണ് SFI സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തായാലും രാഷ്ട്രീയപരമായി KSU ഉൾപ്പെടെയുള്ള MSF ഉൾപ്പെടെയുള്ള സഖ്യം ഒരു വിജയപ്രതീക്ഷ കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് ഉൾപ്പെടെ വെച്ചു പുലർത്തിയിരുന്നുവെങ്കിലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് മുഴുവൻ സീറ്റിലും SFI കണ്ണൂർ സർവകലാശാലയിൽ വിജയിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി, അതായത് SFI മുഴുവനായി ഒരു പ്രതിസന്ധിയിലും പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കണ്ണൂർ സർവകലാശാലയിലെ ഈ വിജയം വലിയ ഒരു വിജയമായി തന്നെയാണ് SFI ഇതിനെ കാണുകയും ചെയ്തത്. എന്തായാലും 25 വർഷത്തെ തുടർച്ചയായിട്ടുള്ള വിജയം ഈ വർഷവും കണ്ണൂരിൽ ആവർത്തിക്കുകയാണ് SFI. വീഡിയോ ജേർണലിസ്റ്റ് നിവേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ. അപ്പോൾ ആര്യ രാജീവനും ടീമിനും അഭിനന്ദനങ്ങൾ. പറഞ്ഞതുപോലെ സർഗാത്മകതയൊക്കെ ഉണർത്തുന്ന ക്യാമ്പസുകളായി നല്ല രീതിയിൽ സജീവമായി ആ ക്യാമ്പസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ ആശംസകളും.